അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്ത ഇതിൻ്റെ പ്രവർത്തകന്മാരെ, സ്നേഹിതന്മാരെ, പാനൂര് നജാത്ത് നഴ്സറിയിൽ ടീച്ചേഴ്സുമാരെ, അതിൻ്റെ ഭാരവാഹികളെ, കമ്മിറ്റി ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, നജാത്ത് നഴ്സറിയുടെ ആഭിമുഖ്യത്തിലായിക്കൊണ്ട് ഈ വർഷത്തെ നബിദിന പരിപാടി ആഘോഷിക്കുകയാണ്. ഇതിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനായി എന്നെയാണ് നിശ്ചയിച്ചിട്ടുള്ളത്. കോവിഡ് കാലത്ത് വിശാലമായ വിധത്തിൽ നമുക്ക് മുൻകാലങ്ങളിൽ നടന്നതുപോലെ പരിപാടി നടത്തുവാൻ സാധിക്കാത്തതിൽ വ്യസനമുണ്ട്, ഖേദമുണ്ട്. നമുക്കെല്ലാവർക്കും അതിൽ വിഷമമുണ്ട്. അള്ളാഹു കോവിഡ് രോഗത്തിൽ നിന്ന് നമ്മെയും പരിസരത്തെയും നമ്മുടെ നാട്ടുകാരെയും ഇതുമായി ബന്ധപ്പെട്ടവരെയും അള്ളാഹു താല രക്ഷപ്പെടുത്തി കൊടുക്കുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സ്മരിക്കുവാനുണ്ട്. വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയാക്കാനുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, വമൻ ലം യുഅല്ലിം കബീറനാ ഫലൈസ മിന്നാ വമൻ ലം യർഹം സഗീറനാ ഫലൈസ മിന്നാ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമ്മിൽ പ്രായാധിക്യമുള്ള ആളുകളെ ആദരിക്കുകയും ചെറുപ്പക്കാരെ, കുട്ടികളെ സ്നേഹിക്കുകയും ചെയ്യാത്തവർ എന്നിൽപ്പെട്ടവനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വലിയവരായാലും ചെറിയവരായാലും ആരായിരുന്നാലും അവരെ അതിന് കഴിവിനനുസരിച്ചുകൊണ്ട് അവരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉപദേശം നൽകിയിട്ടുണ്ട്. ആ ഉപദേശം നാം എല്ലാവരും സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ ആളുകളെ കണ്ടാൽ വളരെ ആദരവോടുകൂടെ, ബഹുമാനത്തോടുകൂടെ അവരുമായി പെരുമാറുണ്ടായിരുന്നു. ചെറിയ മക്കളെ കണ്ടാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വളരെ നല്ല നിലയിലാണ് പെരുമാറിയത്. നാം ഓതുന്ന മങ്കൂസ് മൗലൂദിൽ തന്നെ നമുക്ക് കാണാം. അവിടുത്തെ ചെറുപ്പക്കാരും വലിയ ആളുകളും റസൂലുള്ളാഹിയെ അഭിമുഖീകരിച്ചുകൊണ്ട് മുഖാമുഖമായിക്കൊണ്ട് അവരെ ആദരിക്കുന്ന പദ്യങ്ങൾ നമുക്ക് കാണാം. തല അൽ ബദ്രു അലൈന മിൻ സനിയാത്തിൽ വദാഇ വജബ ശുക്രു അലൈന എന്നും അന്തത്തത്തിലു ബൈനന ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അഷ്റഫ് മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അന്ത ഉമ്മും അം അബു മാ റഅയ്ന ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി. പ്രവാചകനെ സംബന്ധിച്ച് അവർ പറയുന്നു, പൗർണിമയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടതുപോലെ നമ്മുടെ മുമ്പിൽ മഹാനായ നബി ആഗതനായിരിക്കുകയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിയെ കണ്ടാൽ അവിടുത്തെ മക്കളും മറ്റും ചോദിക്കുന്നു, അന്ത ഉമ്മുൻ, നിങ്ങളാണോ എൻ്റെ മാതാവ്? അം അബു, അതല്ല നിങ്ങൾ എൻ്റെ പിതാവാണോ? എന്താണ് മക്കളെ നിങ്ങൾ എന്നോടിങ്ങനെ ചോദിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരു സ്വഭാവം അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. യാ ഖൈറൻ നബി എന്ന് അവർ പറയാറുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു പാഠമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികൾ റസൂലുള്ളാഹിയെ മാതൃകയാക്കിക്കൊണ്ട് ചെറുപ്പത്തിലും വലുപ്പത്തിലും ശരിയായ രൂപത്തിൽ ജീവിക്കുവാനുള്ള ശ്രമം നടത്തിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ഗുരുനാഥന്മാരെയും നമ്മളെക്കാൾ വലിയവരെയും നമ്മൾ ആദരിക്കുകയും ബഹുമാനിക്കുകയും അവർക്ക് വേണ്ട ആദരവും ബഹുമാനം നാം കൊടുക്കുകയും ചെയ്യണമെന്നും സന്തോഷകരമായ ഒരു ജീവിതം നമുക്കുണ്ടാകണമെന്നും പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ഈ കോവിഡ് കാലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഈ മഹത്തായ പരിപാടി ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.